ഈ അടുപ്പ് നമുക്ക് കത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അടുപ്പ് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സമയത്ത് ഈ വിറകെല്ലാം വാരിയെടുത്ത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പ്രാഗിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഈ കടുക് ഇടുക. തെറ്റിദ്ധരിക്കരുത്, അത് കടുക് പൊട്ടിയ സൗണ്ട് തന്നെയാണ്. ഇനിയും കടുകുകൾ പൊട്ടാനുണ്ടെങ്കിൽ ഈ ചിറ്റിയ കൊണ്ട് അടിച്ചു പൊട്ടിക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയതിനു ശേഷം ഈ ഒന്നാമത്തെ ചേരുവയും രണ്ടാമത്തെ ചേരുവയും എടുത്ത് നമുക്ക് പുറത്തേക്ക് കളയാം. ഇതിന്റെ യാതൊരു ആവശ്യമില്ല, വെറുതെ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഈ മീൻ എടുത്തുകൊണ്ട് ഇങ്ങനെ വലം വെക്കുക. ഒരാവശ്യമില്ല, വെറുതെ ടൈം പാസ് വലം വെക്കുക. എന്നിട്ട് ഓരോ മീനും ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇടുമ്പോൾ പ്ലക്ക് എന്നൊച്ച കേട്ടാൽ മീൻ ചട്ടിയിൽ വീണു എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അല്പം തേങ്ങയും ഉള്ളിയും ബാക്കി വന്ന എല്ലാ സാധനങ്ങളും ഇട്ട് അസലായിട്ട് ഇളക്കുക. ഇളക്കി ഏകദേശം ഒരു കുറുക്ക് പോലെ ആയി കാണും. ഇങ്ങനെ കുറുക്ക് പോലെയായ ഈ ചാളക്കറി നമുക്ക് കറിയായിട്ടും കുറുക്കായിട്ടും കഴിക്കാം. വേണമെങ്കിൽ അല്പം പഞ്ചസാര ഇതിൽ ചേർത്ത് പായസമായിട്ടും നമുക്ക് വിളമ്പാവുന്നതാണ്.